ഡോക്ടർ മോഹൻ വർഗീസ്, അതായത് ഈ എനിക്ക് ലഭിച്ച അംഗീകാരം ദുരിതമനുഭവിക്കുന്ന വെനസ്വേലൻ ജനതയ്ക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും സമർപ്പിക്കുന്നു എന്നാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം വാങ്ങിയ ശേഷം പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ പ്രതികരിച്ചത്. അതായത് ഈ മച്ചാഡോ ആഗ്രഹിച്ചത് തന്നെയാണ് ട്രംപും ആഗ്രഹിച്ചത്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ കണ്ടത്. അതായത് കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് കൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായി ആഭ്യന്തര പ്രശ്നങ്ങൾ നിരവധി നേരിട്ടു മഡൂറോ. അതിനെ മച്ചാഡോയുടെ പ്രതികരണത്തിലൂടെ അതിൻ്റെ ആഴം കൂട്ടി. മച്ചാഡോ ട്രംപിന് സമർപ്പിക്കുന്നത് തന്നെ ഇതിന് പിന്നിൽ വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു, കാലക്രമേണ നേടിയെടുക്കാനുള്ള ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവല്ലേ? ശ്രീ കൃഷ്ണരാജ്, ഇപ്പോൾ കൃഷ്ണരാജ് സൂചിപ്പിച്ച ഏതാണ്ട് അതേ ലൈനിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ വെനിസ്വേലയിലെ പ്രതിപക്ഷം നീങ്ങിയത്. വെനിസ്വേലയിലെ റെസിസ്റ്റൻസ് ഏറെക്കാലമായി ഹ്യൂഗോ ഷാവസിനെതിരെയും പിന്നീട് മഡുറോയ്ക്കെതിരെ ശക്തമായും ഉണ്ടായ ഒരു വെനിസ്വേലൻ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസിൻ്റെ കുന്തമുന ആയിരുന്നു മറിയ കൊറീന മച്ചാഡോ, നൊബേൽ സമാധാന സമ്മാന ജേതാവ്. ഈ വർഷത്തെ ട്രംപ് ആഗ്രഹിച്ച സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ആക്ച്വലി ലഭിച്ചത് ഈ മച്ചാഡോയ്ക്കാണ്. ആ മച്ചാഡോ പരസ്യമായി പറയുകയാണ് അമേരിക്കയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ വെനിസ്വേലയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാവൂ എന്ന്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് അവസ്ഥ? നോക്കൂ, ലാറ്റിൻ അമേരിക്കയിലെ ഒരു പ്രബല രാജ്യം തന്നെയാണ് വെനിസ്വേല ചരിത്രപരമായി. ലോകത്തെ എണ്ണ റിസർവ്സിൻ്റെ ഏതാണ്ട് 18%, അത് ഏതാണ്ട് 303 ബില്യൺ ബാരൽ വരും. അത്രയും കനത്ത എണ്ണ നിക്ഷേപമുള്ള രാജ്യത്തിന് എന്തുകൊണ്ട് ലോകത്തെ റിച്ചസ്റ്റ് കൺട്രി ആകാൻ കഴിഞ്ഞില്ല? അത് പോയിട്ട് ഒരു പകുതി ജനങ്ങളെങ്കിലും പട്ടിണി വിമുക്തമാക്കാൻ കഴിഞ്ഞില്ല. 80% ജനം ദാരിദ്ര്യരേഖ താഴെയാണ്, അല്ലെങ്കിൽ അർദ്ധ പട്ടിണിയിലാണ്. ആ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചതിന് പിന്നിൽ മാറി മാറി വന്ന സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങൾ, അത് ലാറ്റിൻ അമേരിക്കയിൽ ആകമാനം ആഞ്ഞടിച്ച ഒരു സോഷ്യലിസ്റ്റ് വികാരമുണ്ട്. ചെഗുവരയും അതുപോലെ ഫിഡൽ കാസ്ട്രോയും, ഇവിടെ ഈ രാജ്യത്തിൻ്റെ കേസിൽ പറഞ്ഞാൽ ഹ്യൂഗോ ഷാവേസും ഒക്കെ തന്നെ കോറിയിട്ട ചില മോഹനമായ സ്വപ്നങ്ങൾ. അതാണ് ലാറ്റിൻ അമേരിക്കൻ ബ്രാൻഡ് ഓഫ് സോഷ്യലിസം. അത് പൂർണ്ണമായി കമ്മ്യൂണിസ്റ്റ് ചിന്ത ആണെന്ന് പറയാനാവില്ല. അതത് ലോക്കൽ ബ്രാൻഡ് ഓഫ് സോഷ്യലിസം. അതെല്ലാം തന്നെ അമേരിക്ക വിരുദ്ധത എന്ന ഒരു റിച്ച് ഫോർഡറിൽ കെട്ടിപ്പടുത്ത ഒരു വിശ്വാസ സംഹിതയാണ്. അതിൻ്റെ പ്രകടമായ മുഖമായിരുന്നു തൻ്റെ മുൻഗാമിയായ മഡൂറോയുടെ മുൻഗാമിയായ ഹ്യൂഗോ ഷാവേസ്. പക്ഷേ ഷാവേസ് ജനകീയനായിരുന്നു, വലിയ ജനപിന്തുണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഷാവേസ് 1998 അധികാരത്തിൽ വരികയും 1999 അതിശക്തമായൊരു തീരുമാനമെടുത്തു. അമേരിക്കൻ കമ്പനികളോട് കടക്ക് പുറത്തു എന്ന് പറഞ്ഞ് ധീരദേശാഭിമാനി എന്ന രീതിയിലാണ് സോഷ്യലിസ്റ്റ് ലോകം അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. 92 അദ്ദേഹത്തിന് നേരെ അട്ടിമറി ശ്രമമുണ്ടായി. അദ്ദേഹം അത് അതിജീവിച്ചത്. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു, തടവിലാക്കപ്പെട്ടു. പക്ഷേ 3 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് തിരിച്ച് പ്രസിഡന്റ് പദവിയിലെത്താൻ കഴിഞ്ഞത് ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നു. അദ്ദേഹത്തിൽ ഒരു വിമോചകനെ അല്ലെങ്കിൽ സാമ്രാജ്യവിരുദ്ധ പോരാളിയെ ജനം അന്ന് കണ്ടു. പക്ഷേ അദ്ദേഹത്തിന് അന്ന് ലഭിച്ച പിന്തുണ, അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി 2013 ചുമതലയേറ്റെടുത്ത നിക്കോളാസ് മഡൂറോ, അദ്ദേഹം മുൻ ബസ് ഡ്രൈവറായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ തന്നെ ക്യാബിനറ്റിലെ അംഗമായിരുന്നു, വിദേശകാര്യ മന്ത്രിയായിരുന്നു, വലിയ ചുമതലകൾ മുൻപ് വഹിച്ചിട്ടുള്ള ആൾ തന്നെയാണ് നിക്കോളാസ് മഡൂറോ. പക്ഷേ മഡൂറോയുടെ ഭരണകാലം വെനിസ്വേലൻ ജനത മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേക്കിനാവ് തന്നെയായിരുന്നു. കാരണം വെനിസ്വേലയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞു. സമ്പദ് വ്യവസ്ഥയിൽ കേവലം 8 വർഷം 2018 കണക്കുകളനുസരിച്ച് വെനിസ്വേലയുടെ GDP ഏതാണ്ട് $350 ബില്യൺ ആയിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്കനുസരിച്ചുള്ള വെനിസ്വേലൻ GDP കേവലം $80 ബില്യൺ. പൂക്കു 4-1 കൂപ്പുകുത്തുകയാണ് വെനിസ്വേലൻ സമ്പദ് വ്യവസ്ഥ. അതിന് പ്രധാന കാരണമായി പറയുന്നത് അമേരിക്ക ഇടപെട്ട് നടത്തിയ ഉപരോധങ്ങളാണ്. വെനിസ്വേലയിലുള്ളത് എണ്ണയാണ്. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൻ്റെ 18% എണ്ണ നിക്ഷേപം വെനിസ്വേലയിലുണ്ട്. പക്ഷേ അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം എങ്കിൽ ടെക്നോളജി ആവശ്യമാണ്.
ഈ ഗൾഫിലുള്ളതുപോലെ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ സൗദി അറേബ്യയിലും കുവൈറ്റിലും ഇറാനിലും ഒക്കെ ഉള്ളതുപോലെയുള്ള എണ്ണയല്ല. സ്വല്പം വ്യത്യസ്തമായ കുറച്ചുകൂടെ ഘന എണ്ണയാണ്, കുറച്ചുകൂടെ കൊഴുപ്പ് ഏറിയ എണ്ണയാണ്. എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതും റിഫൈൻ ചെയ്യാൻ ഏറെ കെമിക്കൽ പ്രോസസ്സ് ആവശ്യമുള്ളതുമായ ഒരു ക്രൂഡ് ഓയിൽസ് ശേഖരമാണ് വെനിസ്വേലയ്ക്കുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ചെടുക്കണമെങ്കിൽ ഹൈടെക് ഡിവൈസസ് ആവശ്യമാണ്. അത് കൊടുക്കാൻ സാധിക്കുന്നത് അമേരിക്കൻ കമ്പനികൾക്കാണ്. 1976 തന്നെ ദേശസാൽക്കരണം തുടങ്ങി 99 ഏതാണ്ട് പൂർണ്ണമായി മറ്റ് കമ്പനികളെ വെളിയിൽ വിടുകയും ഏതാണ്ട് സ്റ്റേറ്റ് കൺട്രോൾഡ് എണ്ണ ഉൽപാദനം ആയി. ഏതാണ്ട് ഇതേ എണ്ണ ഉപയോഗിച്ചാണല്ലോ ഹ്യൂഗോ ഷാവേസ് ജനകീയനായത്. സാധാരണക്കാരുടെ കൈവശം പോലും പണമെത്തിക്കുന്ന വിദ്യ കണ്ടെത്തിയത്. ആ വഴിക്കാണല്ലോ ഹ്യൂഗോ ഷാവേസ് ജനകീയനായതും തുടർഭരണമുണ്ടായതും ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറിയത്. പക്ഷേ മഡ്യൂറോ കയ്യിലിരുന്നത് കൊണ്ട് അമേരിക്കയുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന മട്ടായിരുന്നല്ലോ. കാരണം ജനങ്ങളെ മറന്ന് അഴിമതിയിൽ മുങ്ങി മയക്കുമരുന്ന് വ്യാപിപ്പിക്കാൻ അവസരം കൊടുത്ത് സർവ്വതും നശിപ്പിച്ച് സാമ്പത്തിക ഭദ്രത ഇല്ലാതാക്കി അവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ പോലും തകർത്തു എന്നെല്ലാവരും പറയുന്നുണ്ട്. ആ ഒരവസ്ഥയിലേക്ക് എന്താണോ അമേരിക്ക ആഗ്രഹിച്ചത് ആ അവസ്ഥയിലേക്ക് വെനസ്വേലയെ കൊണ്ട് എത്തിച്ചത് മഡൂറോ അല്ലേ? തീർച്ചയായും അമേരിക്ക ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. അമേരിക്കയ്ക്ക് അനഭിമതരായ നേതാക്കൾ ഭരിക്കുന്ന രാജ്യങ്ങൾ, അനഭിമതരായ ഒരു സംവിധാനങ്ങളുടെ കൺട്രോളിലുള്ള രാജ്യങ്ങൾ, അവിടെയെല്ലാം തന്നെ ആഭ്യന്തരമായി ശൈഥില്യം ഉണ്ടാകണമെങ്കിൽ അവിടുത്തെ ഇക്കോണമി തകരണം. ഇറാനിൽ സംഭവിക്കുന്ന അതാണ്. ഇക്കോണമി തകർച്ചയുടെ വക്കിലാണ്. ഇക്കോണമി തകരുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി ഇപ്പോൾ മഡൂറോയെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് അവിടെയുള്ള കഠിനമായ ഉപരോധമാണ്. ഈ മുൻഗാമിയുടെ കാലത്ത്, ഹ്യൂഗോ ഷാവേസിൻ്റെ കാലത്ത് അമേരിക്കൻ ഉപരോധം ഈ രൂപത്തിൽ ഉണ്ടായിരുന്നില്ല. ചെറിയ തോതിലുള്ള ഉപരോധം ഉണ്ടായിരുന്നു. പക്ഷേ വെനിസ്വേലൻ എണ്ണ കടൽ കടന്ന് ചൈനയിലെത്തിയിരുന്നു. അല്ലെങ്കിൽ മറ്റ് ചൈനയാണ് ഏറ്റവും വലിയ 80% എണ്ണയും വെനിസ്വേല കയറ്റി അയക്കുന്നത് ചൈനയിലേക്കാണ്. അല്ലെങ്കിൽ വെനിസ്വേലയ്ക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം. ലാറ്റിൻ അമേരിക്കയിൽ പല രാജ്യങ്ങൾക്കും എണ്ണ ഉണ്ട്, അല്ലെങ്കിൽ ആവശ്യമില്ല. അതുകൊണ്ട് ദൂര ദിക്കുകളിലേക്ക് എണ്ണ കയറ്റി അയക്കണമെങ്കിൽ ഉപരോധം വലിയ തടസ്സമായി വരുന്നു. മുൻകാലങ്ങളിൽ സോവിയറ്റ് യൂണിയൻ ഇടപെട്ടതുപോലെയുള്ള ഇടപെടലുകൾ, ക്യൂബൻ മിസൈൽ ക്രൈസിസിലൊക്കെ ആ ഉപരോധം പൊളിക്കാനായി ഇടപെട്ടതുപോലെയുള്ള ഇടപെടലുകൾ ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. റഷ്യ ആണെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലേക്ക് കാര്യമായി കണ്ണു പായിക്കുന്നതുമില്ല. റഷ്യക്ക് ഏറെ പ്രശ്നങ്ങൾ ആ മേഖലയിലുണ്ട്. ഉക്രൈൻ യുദ്ധം ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങൾ. അവിടെ അനുകൂലമായൊരു അന്തരീക്ഷം ഡൊണാൾഡ് ട്രംപ് കണ്ടു. നൗ ഓർ നെവർ എന്നതാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ പദ്ധതി അനുസരിച്ച് പക്ക ബിസിനസ്സാണ്. എല്ലാ കാര്യങ്ങളും കാണുന്നത് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം ഉൾപ്പെടെ കാണുന്ന പക്ക ബിസിനസ് ടേംസിലാണ്. അല്ലെങ്കിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ മഡൂറോയുടെ ദുർഭരണം അത് അംഗീകരിക്കാം. മഡൂറോ അഴിമതിക്കാരനാണ്. അദ്ദേഹം മയക്കുമരുന്ന് മാഫിയകൾക്ക് തഴച്ചു വളരാനുള്ള സാഹചര്യമുണ്ടായി. എന്നാൽ വെനിസ്വേലയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മയക്കുമരുന്ന് മാഫിയകൾ സജീവമായിരിക്കുന്നത് തൊട്ടടുത്ത രാജ്യമായ കൊളംബിയയിലാണ്. പക്ഷേ കൊളംബിയയെ ഇപ്പോൾ അമേരിക്ക നോട്ടമിട്ടിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. വെനിസ്വേലയിൽ ഒരു ഹബ്ബായി, അല്ലെങ്കിൽ ട്രാൻസിറ്റ് ഹബ്ബായി പ്രവർത്തിച്ചിരുന്നത് ലാറ്റിൻ അമേരിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ സെൻട്രൽ അമേരിക്കയിലെ നിക്കരാഗ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും കടന്നു വരുന്ന ഡ്രഗ്സ്, നിരോധിത മയക്കുമരുന്നുകൾ, ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ ഒരു ട്രാൻസിറ്റ് ഹബ്ബായി പ്രവർത്തിച്ചിരുന്ന രാജ്യമാണ് വെനിസ്വേല. അവിടെ നിന്നും പല ഇടങ്ങളിലായി കപ്പലുകളിൽ കയറ്റി അയക്കുന്നു എന്നതാണ് അമേരിക്കയുടെ ഒരു ആരോപണം. അതുകൊണ്ടാണ് നാർക്കോ ടെററിസം, ട്രംപ് ആവർത്തിച്ച് പറയുന്ന വാക്കാണ് നാർക്കോ ടെററിസം. നാർക്കോട്ടിക് ട്രേഡിൻ്റെ മറവിൽ മറ്റ് രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഉൾപ്പെടെ ആരോഗ്യത്തെ കാർന്നു തിന്നുന്നു. അതുമാത്രമല്ല, നാർക്കോട്ടിക് ട്രേഡിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ ഫണ്ട് ചെയ്യുന്നു. ഇതെല്ലാമാണ് നാർക്കോ ടെററിസം. ആ കാര്യം പറഞ്ഞുകൊണ്ട് തനതായ കെടുകാര്യസ്ഥത, ലോക്കലി ഒരു റെസിസ്റ്റൻസിനെ വളർത്തിയെടുക്കാൻ അമേരിക്ക ശ്രമിച്ചു. പക്ഷേ ആ ലോക്കൽ റെസിസ്റ്റൻസിന് തിരഞ്ഞെടുപ്പുകളിൽ മേൽക്കൈ നേടാൻ കഴിഞ്ഞു എങ്കിൽ പോലും ഭരണത്തെ അട്ടിമറിക്കാൻ കഴിയുന്നില്ല. കാരണം ആഭ്യന്തരമായി വലിയ രീതിയിൽ റിഗ്ഡ് ഇലക്ഷൻസാണ് വെനിസ്വേലയിൽ നടന്നത്. ആ റിഗ്ഗിങ് കാരണം ഏതാണ്ട് 67% ഈ മഡൂറോ വിരുദ്ധരാണ് വെനിസ്വേലയിൽ ഉള്ളതെന്നാണ് കണക്ക്. 2024 ഇൻഡിപെൻഡന്റ് എസ്റ്റിമേറ്റിൽ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അതാണ്. പക്ഷേ ഫലം പ്രഖ്യാപിച്ചു വന്നപ്പോൾ 52% വോട്ടുകളോടുകൂടി മഡൂറോ നയിക്കുന്ന ഭരണകൂടം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ മഡൂറോ എന്ന വ്യക്തിയെ ഭരണത്തിൽ നിന്നും മാറ്റാനാവില്ല. അദ്ദേഹത്തിന് 63 വയസ്സോ മറ്റേ ഉള്ളൂ. ഇനി വേറെക്കാലം, ഇനി ഒരു 2 പതിറ്റാണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു ദുർഭരണം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് വലിയ തോതിൽ ജനം വിട്ടുപോകുകയാണ്. 2,80,00,000
ആണ് വെനിസ്വേലൻ ജനസംഖ്യ. അതിലേതാണ്ട് 80 ലക്ഷത്തോളം പേര് വെനിസ്വേല വിട്ടുപോയി. പലരും കൊളംബിയയിലേക്ക് പോയി, അതിർത്തി കടന്നു പോയി, തൊട്ടടുത്ത രാജ്യമാണ്. ഒരുപാട് ആളുകൾ അമേരിക്കയിലേക്ക് കുടിയേറി, ചിലർ മെക്സിക്കോയിലേക്ക് പോയി, അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു. എന്ന് വേണ്ട, വെനിസ്വേല മനുഷ്യ ജീവിതം സാധ്യം അല്ലാത്ത ഒരു നരകമായി മാറി ഇത്രയും വിഭവങ്ങൾ ഉണ്ടായിട്ടും. അങ്ങനെയെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ചില കുത്തകകൾ, സ്വകാര്യ ചില സംരംഭങ്ങൾ, മഡൂറോയുടെ താല്പര്യമുള്ള സംരംഭങ്ങൾ തഴച്ചു വളരുകയായിരുന്നു. അഴിമതിയുടെ ഇൻഡെക്സിൽ ലോകത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാജ്യമായി വെനിസ്വേല മാറിയത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതൊരു രണ്ട് തലയുള്ള വാളാണ്. ഇതെല്ലാം ശരിയായിരിക്കെ അമേരിക്കയ്ക്ക് നേരത്തെ ഇവിടെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായ വെനിസ്വേലയിൽ, ഏത് രാജ്യമായിക്കൊള്ളട്ടെ, വെനിസ്വേലയിൽ കയറി ഇടപെടാൻ അമേരിക്കയ്ക്ക് അവകാശമുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ അമേരിക്ക തന്നെ പറയുന്ന റൂൾ ബേസ്ഡ് ഗ്ലോബൽ ഓർഡർ അല്ലെങ്കിൽ ക്രമപരമായ ലോകം, ആ ലോകം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ പോകേണ്ടതല്ലേ? ആ ധാരണകളുടെ നഗ്നമായ ലംഘനമാണ് വെനിസ്വേലയിൽ നടന്നത്. അങ്ങനെയെങ്കിൽ വെനിസ്വേലയിൽ കണ്ടത് മറ്റ് രാജ്യങ്ങളിൽ എന്തുകൊണ്ട് ആവർത്തിച്ചുകൂടാ?